ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ബോബി ചെമ്മണ്ണൂരിനെ തിരിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വിശദാംശങ്ങളുമായി സഹിൻ ആൻ്റണി കൂടി ചേരുന്നുണ്ട്. സഹിൻ, ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? മുൻപാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. നാളെ രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക. ഇന്ന് മുഴുവൻ ബോബി ചെമ്മണ്ണൂർ ലോക്കപ്പിൽ കഴിയേണ്ടതായി വരും. നേരത്തെ തന്നെ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടതാണ്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജീപ്പിലേക്ക് കയറുന്നതിന് മുൻപ് ചില ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് താൻ സ്ത്രീകൾക്കെതിരെ കടന്നാക്രമണം നടത്തിയിട്ടില്ല, മാത്രമല്ല ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ളതാണ് എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കുറ്റം, പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ കോടതിയിൽ തന്നെ സത്യം പുറത്തു വരുമെന്നുള്ള രീതിയിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചത്. നേരത്തെ പോലീസിന് മൊഴി നൽകിയപ്പോഴും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. അതായത് ഹണി റോസ് തന്റെ പുതിയ ചിത്രത്തിന് വേണ്ടി ഈ ബോബി ചെമ്മണ്ണൂരിനെ ഇരയാക്കുന്നു എന്നുള്ളൊരു വിചിത്രവാദം ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വെച്ചിരുന്നു. അതിന് ഉദാഹരണമായി ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് പുഷ്പ 2 അല്ലു അർജുൻ സ്വീകരിച്ച അതേ സമീപനമാണ് ഹണി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, കേരളത്തിലെ ഒരു സ്ത്രീകളോടും താൻ മോശമായി പെരുമാറിയിട്ടില്ല, എല്ലാവരെയും തന്റെ സഹോദരിമാരും അമ്മമാരുമായാണ് കാണുന്നതെന്ന വിചിത്രവാദവും ബോബി ചെമ്മണ്ണൂർ പറയുകയുണ്ടായി. എന്തായാലും ഇതെല്ലാം പോലീസിനെ ആശ്ചര്യപ്പെടുത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇതാണോ കേരളത്തിലെ സ്ത്രീകളോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് അതിൽ എന്താണ് ദ്വയാർത്ഥമുള്ളത്? ഈ സ്ത്രീകളെ ഞാൻ ആരെയും കുറിച്ചും ഒന്നും മോശമായി പറഞ്ഞിട്ടില്ല, ഒപ്പം തന്നെ ഞാൻ പറയുന്നതിൽ എവിടെയാണ് ദ്വയാർത്ഥം എന്നുള്ള വിചിത്രമായ വാദം അന്വേഷണ സംഘത്തോട് ഇദ്ദേഹം ഉന്നയിച്ചു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധന ഏറെക്കുറെ 20 മിനിറ്റോളം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം നാളെ രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഇയാളെ ഹാജരാക്കുക. അവിടെ വെച്ചായിരിക്കും ഇയാളുടെ ജാമ്യാപേക്ഷയും മറ്റു കാര്യങ്ങളും ഇയാളുടെ അഭിഭാഷകൻ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് എറണാകുളം സെൻട്രൽ പോലീസ് ഉച്ചയോടുകൂടി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഇയാളുടെ വൈദ്യപരിശോധനയും നടത്തുന്നത്. രാവിലെ 11 മണിയോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നതും. ഗൗതം, നാളെ ഈ കോടതിയിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്ന് മൊഴിയെടുക്കുന്ന വേളയിൽ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ച ചില വാദങ്ങളൊക്കെ വളരെ വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നാളെ ഈ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഏത് തരത്തിലായിരിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ തുടർന്നുള്ള നിയമ സാധ്യതകൾ, നിയമ നടപടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ നിലവിൽ പോലീസ് ഈ വിഷയത്തിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പരിശോധിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ഫോൺ ഉൾപ്പെടെ പോലീസിൻ്റെ പരിശോധനയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്നും കോടതിയുടെ വിവേചനാധികാരത്തിൽ ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അക്കാര്യത്തെ കുറിച്ച് കൂടുതലായി പറയാൻ കഴിയില്ല. പക്ഷെ നിലവിലെ സ്ഥിതി അനുസരിച്ച് ബോബി ചെമ്മണ്ണൂരിനെതിരെ 3 ജാമ്യമില്ലാ വകുപ്പുകൾ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഒന്ന് IT ആക്ട് ആണ്. മറ്റൊന്ന് 2 വകുപ്പുകൾ എന്ന് പറയുന്നത് സ്ത്രീകളോട് മോശമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി പെരുമാറുക, സംസാരിക്കുക എന്നുള്ള വകുപ്പുകളാണ്. ഈ 2 വകുപ്പുകളും നിലവിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളല്ല. കൂടാതെ IT ആക്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 3 വകുപ്പുകൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന് നിലവിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയില്ല. കോടതിയിലായിരിക്കും ജാമ്യാപേക്ഷയുമായി ഇയാൾക്ക് കോടതിയെ സമീപിക്കാനേ കഴിയുകയുള്ളൂ. കോടതിയെ സമീപിക്കുമ്പോൾ അത് കോടതിയുടെ വിവേചനാധികാരത്തിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അഭിപ്രായം പറയുന്നതും ഭൂഷണമല്ല. എങ്കിലും ഇയാളുടെ അഭിഭാഷകൻ ഇതേ വാദങ്ങൾ തന്നെയാണ് ഉന്നയിക്കാൻ സാധ്യതയുള്ളെങ്കിൽ സ്വാഭാവികമായും കോടതി അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നിലവിലെ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് തന്നെ ഒരു ബലിയാടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ഒരു ഇരയാക്കുന്നു.
അതും ഹണി റോസിന് പുതിയതായി ഇറങ്ങാനുള്ള ഒരു ചിത്രം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹണി റോസിന്റെ റേച്ചൽ എന്ന് പറയുന്ന ചിത്രമാണ് ഇനി പുതിയതായി റിലീസ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെ ഇരയാക്കിയെന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാദം. പക്ഷേ ആ വാദം പോലീസിനെ പോലും ആശ്ചര്യപ്പെടുത്തി. മറ്റൊന്ന്, പുഷ്പ 2 അല്ലു അർജുൻ അതിന്റെ പ്രമോഷന് വേണ്ടി നടത്തിയ അതേ രീതി തന്നെ ഹണി റോസ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. ഇക്കാര്യവും പോലീസ് അത്ഭുതത്തോടുകൂടിയാണ് കേട്ടിരുന്നത്. മാത്രമല്ല, കേരളത്തിലെ സ്ത്രീകളെ ഒന്നും തന്നെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല. ആരെയും ലൈംഗിക ചുവയോടുകൂടി അല്ലെങ്കിൽ ലൈംഗികമായ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലും ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ മൊഴികളൊന്നും അന്വേഷണ സംഘം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ നാളെ കോടതിയിൽ ഹാജരാക്കുക. ഗൗതം, ശരി സൈനു, മറ്റൊരു കാര്യം കൂടി. ഇപ്പോൾ നിലവിൽ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരത്ത് ഹണി റോസ് കോടതിയിലെത്തി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചില തെളിവുകളും പങ്കുവച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെയും ചില ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിന് കൈമാറിയിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നൽകിയിട്ടുള്ള മൊഴി അത് എത്തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? അതുമായി ബന്ധപ്പെട്ട് ഈ നാളെ നടക്കാനിരിക്കുന്ന വാദം അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഇത്തരം വിഷയങ്ങൾ വാദത്തിനെത്തുമ്പോൾ അത് ഇന്നത്തെ മൊഴി കൂടി ഏത് രീതിയിലായിരിക്കും അതിലെ സ്വാധീനിക്കുക? പ്രത്യേകിച്ച് ഹണി റോസ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടിൽ കൃത്യമായ തെളിവുകൾ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അതിൻ്റെ സ്വാധീനം? ഒരു സ്ത്രീ പീഡനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ കേസിനെ പരിഗണിക്കുന്നത് കോടതി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. മാത്രമല്ല, ഈ കേസിൽ നിലവിൽ പ്രതിയാണ് ഇയാൾ. അപ്പോൾ ഈ പ്രതിക്കെതിരെ രഹസ്യമൊഴി നൽകേണ്ടത് വിക്ടിമായിട്ടുള്ള അല്ലെങ്കിൽ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കടമയാണ്. അവർ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്ര മൊഴി നൽകാൻ വൈകുന്നോ അത്രയും ആ കേസ് ദുർബലമാകുകയുള്ളൂ. പക്ഷെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹണി റോസ് ഈ കേസിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവർ നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്, അല്ലെങ്കിൽ മൊഴി നൽകാൻ തയ്യാറായത്. ഹണി റോസ് ഈ മൊഴി നൽകിയതോടുകൂടി ഈ കേസിന്റെ ഒരു മാനമാകെ മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനുകൂടി ഒരു ഇരട്ടി തൂക്കത്തിൽ തിരിച്ചടി ഹണി റോസ് നൽകിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ നിലവിലെ വാദം കോടതി അംഗീകരിക്കുമോ എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എങ്കിൽ തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഇപ്പോൾ നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഒന്ന്, ഹണി റോസ് തന്നെ ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘത്തിൽ കൈമാറിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ ഡിജിറ്റൽ തെളിവുകളായി അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ള വീഡിയോകൾ അത് ഒറിജിനലാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന യൂട്യൂബുകളുടെയും ഒപ്പം തന്നെ ഓൺലൈൻ ചാനലുകളുടെയും എല്ലാം റിപ്പോർട്ടർമാരെയും ക്യാമറമാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ സാക്ഷികളായി തന്നെയാണ് അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ജാമ്യം ബോബി ചെമ്മണ്ണൂരിന് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ പോലീസിന്റെ തെളിവുകൾ ദുർബലമല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. കാരണം ശക്തമായ തെളിവുകൾ സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അതേ തെളിവുകൾ ഈ ഇരയെന്ന അല്ലെങ്കിൽ ഈ ഇത്രയും അധികം ആക്ഷേപം കേൾക്കേണ്ടി വന്ന ഹണി റോസ് തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിന് നാളെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ നിലവിലെ വാദങ്ങളൊന്നും തന്നെ കോടതിയിൽ വിലപ്പോകില്ല എന്നാണ് നമ്മൾക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗതം, എന്തായാലും ഇപ്പോൾ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നാളെ കോടതിയിൽ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. നിലവിൽ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ.